രണ്ട് ക്യാരക്ടേഴ്സിനെ പറ്റി കമൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്തൊക്കെ എന്താ ചെയ്യുന്നത്? അതിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ റോളിലേക്ക് കമ്പയർ ചെയ്താൽ ശങ്കിടിക്കായിരുന്നു ആരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഇത്രയും വലിയൊരു ഫംഗ്ഷനിൽ ഞാൻ തന്നെ ഒരു സൈഡായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇവരൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് എന്ത് കാണുമ്പോൾ തോന്നുന്നത് എന്താണ്. അതുപോലെ തന്നെ അത് ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പൊതുവെ എല്ലായിടത്തും ഹാപ്പിയായിട്ട് കാണും. പക്ഷേ ഇത്ര എക്സ്ട്രീമിലി അത്ര ഹാപ്പിയായിട്ട് ആദ്യം ഭയങ്കര ഓസ്കാർ കിട്ടിയ രീതിയിലായിരുന്നു. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം. ഇതിൻ്റെ മേലേക്കൊന്നും കിട്ടാനില്ലേ? അത് അത്രയും സന്തോഷമുള്ളൊരു കമൻറ്റാണ്. കാരണം അത് ആരാ പറഞ്ഞെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു സിനിമയുടെ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ റിവ്യൂ പറയുന്നതും ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നതും ആര് പറയുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ചുമ്മാ പോയിട്ട് ഒരുത്തിന് നിന്ന് പറഞ്ഞതുകൊണ്ട് അത് റിവ്യൂ ആവുന്നില്ല. അത് അവർക്ക് ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് സിനിമ എന്താണെന്ന് 4 വയസ്സ് മുതൽ വന്ന് പഠിച്ച് ഒരു നടൻ്റെ എക്സ്ട്രീം എവിടം വരെ പോകുന്നുള്ളത് കാണിച്ച് അതിനുശേഷം ചിത്രങ്ങളായ സ്ക്രിപ്റ്റുകൾ എഴുതി അതിനുശേഷം സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ ഡയറക്ഷൻ പറയുന്നത് ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ്ങാണ്. അത്രയും വലിയൊരു മനുഷ്യന് ഒരു കാര്യം പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം ശരിയായി എന്നറിയുമ്പോൾ ഒരു ഭയങ്കര ആര് പറയുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.